മോൾ ഉറങ്ങിയോ? അച്ഛാ, മോൾക്ക് പനിയായതുകൊണ്ട് ഇവിടെ കിടത്തിയത്. ബാക്കിയുള്ള മക്കൾക്ക് കൂടി പനി പകരണ്ടല്ലോ. അല്ല, അച്ഛൻ ഇന്ന് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനെന്താ അമ്പിളി കുഴപ്പം? ലച്ചുമോൾ ഇവിടെ തന്നെ കിടന്നോട്ടെ. എനിക്ക് അവളുടെ പനിയൊന്നും പകരില്ല. വേണ്ടച്ചാ, മോളെ ഞാനിങ്ങ് എടുത്തോളാം. മോക്ക് മരുന്ന് കൊടുത്തതുകൊണ്ട് പനിയൊന്നും ഇനി കൂടില്ല. എന്താ എന്റെ അമ്പിളി ഇത്? മോൾ ഇവിടെ കിടക്കുന്നോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അതല്ലച്ചാ, അച്ഛന് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റില്ല. അമ്മ, അത് ശരിയാ. മക്കളെ 2 മുറികളായിട്ട് മാറ്റി കിടത്തിയാൽ മതിയല്ലോ. ശബരിയണ്ണന്റെ ചേച്ചി എവിടെ? അവര് നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നില്ലേ? അവര് അവിടെ നിന്ന് നേരെ ശബരിയുടെ വീട്ടിലേക്ക് പോയി. ഡോക്ടർ എന്ത് പറഞ്ഞു? ദേക്കാണെങ്കിൽ നേരത്തെ തന്നെ ഛർദിയും തലകറക്കവും ഒക്കെ ഉണ്ടായിരുന്നല്ലേ? അതെ അച്ഛാ, ഡോക്ടർ നോക്കിയിട്ട് ചില ടെസ്റ്റുകൾക്കൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. തൽക്കാലം മരുന്ന് കഴിച്ചിട്ട് ടെസ്റ്റിന്റെ റിസൾട്ട് വന്ന ശേഷം ട്രീറ്റ്മെന്റ് തുടങ്ങാന്നാ ഡോക്ടർ പറഞ്ഞേ. പിന്നെ അവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ അവര് ശബരിയുടെ വീട്ടിലേക്ക് പോവാന്ന് തീരുമാനിച്ചത്. അവിടെ ആകുമ്പോ നല്ല ഹോസ്പിറ്റലും നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ. അതെന്തായാലും നന്നായി. വയ്യാത്ത അവസ്ഥയിൽ ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അമ്പിളി. അവള് ശബരിയുടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഈ വിനയന്റെ വണ്ടിക്ക് ഇത് എന്ത് പറ്റി? യൂസ്ഡ് കാറല്ലേ അമ്മ? ഞാൻ പോയി നോക്കിയിട്ട്